നമസ്തേ. ശ്രീരാമ ജന്മഭൂമിയിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് എന്തുകൊണ്ടാണ് നടന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? ബാബർ ഹിന്ദു സമൂഹത്തോട് ചെയ്തതെന്താണെന്ന് അറിയാമോ? ഹിന്ദുക്കളുടെ അഭിമാന ദിനമാണ് 2024 ജനുവരി 22. 500 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലേക്ക് കടന്നുവന്ന് അധികാരം കൈയടക്കിയ ബാബർ എന്ന വിദേശി അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം തകർക്കുകയും അതൊരു പള്ളിയാക്കി മാറ്റുകയും ചെയ്തു. അന്നു മുതൽ തകർക്കപ്പെട്ട ആ ക്ഷേത്രം വീണ്ടെടുത്ത് പുനർനിർമ്മിക്കാനുള്ള വാഞ്ചനയും വിശ്വാസവും തലമുറകളായി മനസ്സിൽ കാത്തുസൂക്ഷിക്കുകയായിരുന്നു ലോകമെമ്പാടുമുള്ള ഹിന്ദു സമൂഹം. ആ വിശ്വാസത്തിന്റെയും വികാരത്തിന്റെയും സാക്ഷാത്കാരമാണ് ശ്രീരാമ ജന്മഭൂമിയിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. ചടങ്ങ് നടന്നത് അയോധ്യയിലാണെങ്കിലും ഓരോ സ്വാഭിമാന ഹിന്ദുവിന്റെ ഹൃദയത്തിലും നടന്നു പ്രാണപ്രതിഷ്ഠ. ഭാരതം ഹിന്ദുരാഷ്ട്രമായി മാറുന്നതിന്റെ ആദ്യ പടിയാണ് അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠ. ബാബർ എന്ന വിദേശി കൊള്ളക്കാരൻ ഹൈന്ദവ വികാരത്തെ ചവിട്ടിമെതിച്ചുകൊണ്ട് അധികാരത്തിന്റെ ധാർഷ്ട്യത്തിൽ ശ്രീരാമക്ഷേത്രം തകർത്തിട്ട് അതിന്റെ മേലെ നിർമ്മിച്ച ആ പള്ളി പൊളിക്കപ്പെട്ടത് ചരിത്രത്തിന്റെ കാവ്യനീതിയായിരുന്നു. ബാബറി മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെട്ട അനീതിയുടെ പ്രതീകമായ ആ പള്ളി പൊളിക്കപ്പെട്ടതിനെ മുസ്ലിങ്ങൾ ഒന്നടങ്കം എതിർക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. സകലമാന മുസ്ലിങ്ങൾക്കും പൊതുവായ പള്ളി എന്നൊന്നില്ല. മുസ്ലിം മതം എന്നത് ഏകശിലാരൂപത്തിൽ ഉള്ളതല്ല. അതിൻ്റെ പല വിഭാഗങ്ങളുണ്ട്. ഓരോ വിഭാഗത്തിനും പ്രത്യേകം പള്ളികളുണ്ട്. അപ്പോൾ ബാബറി മസ്ജിദ് എന്ന പള്ളി ഏത് മുസ്ലിം വിഭാഗത്തിൻ്റെതായിരുന്നു? കൂടാതെ മുസ്ലിം പള്ളികൾ ആ വ്യക്തികളുടെ പേരിൽ അറിയപ്പെടാറുമില്ല. അതുകൊണ്ട് തന്നെ ബാബറി മസ്ജിദ് എന്ന പേര് മുസ്ലിങ്ങൾക്ക് തന്നെ അപമാനവും മതവിരുദ്ധവും ആകേണ്ടതാണ്. മുസ്ലിം പള്ളി എന്നാൽ ആ മതവിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനുള്ള എടുപ്പ് മാത്രമാണ്. ഒരു എടുപ്പ് പൊളിച്ചാൽ മറ്റൊരെടുപ്പ് നിർമ്മിക്കണമെന്നേയുള്ളൂ. ഇന്ത്യയിലുള്ള പഴയ മുസ്ലിം പള്ളികൾ ഹിന്ദുക്കളുടെ ഔദാര്യം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും പലതും ക്ഷേത്രങ്ങൾ തകർത്തിട്ട് അതിൻ്റെ മേലെ പണിതതുമാണ്. ഇവിടെ നഷ്ടം ഹിന്ദുക്കൾക്കും ലാഭം മുസ്ലിങ്ങൾക്കുമായിരുന്നു. എന്നിട്ടും എത്ര കിട്ടിയാലും പോരാ എന്നതാണ് മുസ്ലിങ്ങളുടെ എക്കാലത്തുമുള്ള നിലപാട്. രാജ്യം തന്നെ പകുത്തു വാങ്ങിയിട്ടും അവരുടെ ആഗ്രഹങ്ങൾ അവസാനിക്കുന്നില്ല. ഇന്നത്തെ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാൻ വാങ്ങിയ മുസ്ലിം ലീഗിന്റെ പരിഷ്കരിച്ച പതിപ്പല്ലാതെ മറ്റൊന്നുമല്ല. ആ ലീഗിന്റെ ഇപ്പോഴത്തെ നേതാവ് പറയുകയാണ്, ഞങ്ങൾ ശ്രീരാമനെ അംഗീകരിക്കും, BJPയുടെ രാഷ്ട്രീയ രാമനെ അംഗീകരിക്കില്ല എന്ന്. ഇക്കൂട്ടരുടെ അംഗീകാരം ആർക്ക് വേണം? രാഷ്ട്രീയ രാമൻ എന്ന പ്രയോഗം ഹിന്ദുക്കളുടെ വിശ്വാസത്തെ അപമാനിക്കലാണ്. ഇക്കൂട്ടർ മൈക്ക് കെട്ടി സദാ ഉച്ചത്തിൽ കൂവുന്നത് അല്ലാഹ് അല്ലാതെ മറ്റൊരു ആരാധ്യനല്ല എന്നാണ്. ആ അല്ലായെ രാഷ്ട്രീയ അല്ലാഹ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എങ്ങനെയിരിക്കും? മറ്റൊരു ആരാധ്യൻ ഇല്ല എന്ന് പറയുന്ന ഇക്കൂട്ടർക്ക് എങ്ങനെയാണ് ഹൈന്ദവ വിശ്വാസങ്ങളെ അംഗീകരിക്കാൻ കഴിയുക? BJP മുൻകൈയെടുത്ത് ഹൈന്ദവ വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്നതും അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതും ആണത്രേ സഹിക്കാൻ പറ്റാത്തത്. BJP അല്ലാതെ ആരാണ് ഇതൊക്കെ ചെയ്യുക? കോൺഗ്രസ് ചെയ്യുമോ? അവസരം കിട്ടിയാൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി സർവ്വതും ചെയ്യുമെന്നല്ലാതെ ഹിന്ദുക്കൾക്ക് വേണ്ടി കോൺഗ്രസ് എന്തെങ്കിലും ചെയ്യുമോ? കോൺഗ്രസിന്റെ രാഷ്ട്രീയമെന്നും മുസ്ലിം അനുകൂലവും ഹിന്ദു വിരുദ്ധവുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് BJP ഇത്ര വളർന്നതും ഇനി വളരാൻ പോകുന്നതും. മുസ്ലിങ്ങൾക്ക് പാർട്ടിയാകാമെങ്കിൽ ഹിന്ദുക്കൾക്ക് പാർട്ടി ആയിക്കൂടെ? ആകണം. ഹിന്ദുക്കൾക്കും പാർട്ടി കൂടിയേ തീരൂ. അല്ലെങ്കിൽ അഭിനവ ബാബർമാർ താലിബാനായോ ഹമാസായോ അതിക്രമിച്ചു വന്ന് രാജ്യം കീഴടക്കും. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അതിനെ കൂട്ടുനിൽക്കും. ഹിന്ദുക്കൾ വീണ്ടും അടിമകളാകും. കേരളത്തിലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഉമ്മൻചാണ്ടി കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തതുപോലെയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ എന്ന്. അയോധ്യയിലെത്തിയവർക്കും ചടങ്ങ് മാധ്യമങ്ങളിൽ കണ്ടവർക്കും ബോധ്യമായിട്ടുണ്ട്. ക്ഷേത്രം പൂർത്തിയാക്കി തന്നെയാണ് പ്രതിഷ്ഠ നടത്തിയതെന്ന്. മറ്റു മതസ്ഥരെ പ്രീണിപ്പിക്കാനുള്ള ഇത്തരം ജൽപ്പനങ്ങൾ അതിനെ അനുവദിക്കാതിരിക്കണമെങ്കിൽ BJP ഇവിടെ വളർന്നേ പറ്റൂ. രാമക്ഷേത്രം BJPക്ക് രാഷ്ട്രീയ മൈലേജ് നൽകുമെങ്കിൽ അതിൽ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. സ്വാതന്ത്ര്യം കിട്ടിയതു മുതൽ ഹിന്ദുക്കൾ തഴയപ്പെടുകയായിരുന്നു. ചരിത്രം പോലും മുസ്ലിങ്ങൾക്ക് അനുകൂലമായി വളച്ചൊടിക്കപ്പെട്ടു. മുസ്ലിങ്ങൾ ചെയ്ത അനീതികളും തിന്മകളുമൊക്കെ ന്യായീകരിക്കപ്പെടുകയായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഹിന്ദു വംശഹത്യയ്ക്ക് നേതൃത്വം നൽകിയ വാര്യൻ കുന്നിനെ സ്വാതന്ത്ര്യ പോരാളിയായി ഇന്നും പൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. അതേസമയം അധികാരം കമ്മ്യൂണിസ്റ്റുകൾക്കോ മുസ്ലിങ്ങൾക്കോ കിട്ടിയാൽ എന്താകും അവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാം.
അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് പൂർവാധികം വോട്ടും സീറ്റും കിട്ടുകയും ചെയ്യും. എതിർപ്പൊന്നുമില്ലാതെ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ എല്ലാവരും അംഗീകരിക്കുകയും ആദരിക്കുകയുമായിരുന്നു വേണ്ടിയിരുന്നത്. സാരമില്ല, 500 വർഷത്തെ കാത്തിരിപ്പ് സാക്ഷാത്കരിക്കപ്പെട്ടല്ലോ. അതിൽ ആശ്വസിക്കാം, അഭിമാനിക്കാം. ജയ് ശ്രീറാം, ജയ് ഭാരത്.